രാമൻ തേടും സീതപ്പെണ്ണെ നീ രാവണന്റെ തൊട്ടത്തിൽ നല്ലൊരു കുളിയും കുളിച്ചിട്ട് സെറ്റപ്പായി കഴിഞ്ഞിട്ട് സുഖമായിട്ടൊരു ഉറക്കം. ഒറ്റ ടൂറ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറുത്തു പോയില്ല ഈശ്വര. ഈ താടിയാണ് ഈ വളരണം. ഒന്നും തിന്നില്ലെങ്കിലും പന പോലെ വളർന്നണം കേട്ടോ. ഇതേപോലെ താടിയും മിഷൻ വളരുമായിരുന്നെങ്കിൽ കയ്യിൽ ഫോണിലപ്പോൾ ആരും വിളിക്കില്ല. താരത് ചേച്ചിയായിരുന്നോ? നീ കിടന്നായിരുന്നോ? എവിടെന്ന്? ഞാൻ കുറച്ചു മുമ്പ് വന്നോളന്നേ. നീ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തായിരുന്നോ? ആ ഫസ്റ്റ് അമ്മതേ ഉറക്കത്തിലായി അപ്പോഴാ. അല്ല, മോന്റെ ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുടകോ മൈസൂരോ അവിടെ കണ്ടല്ലേ നീ പോയേ? അതെ. ഓ എന്നാ പറയാനാ, ഒരു ടൂറ്. മഞ്ഞ മല എന്നൊക്കെ പറഞ്ഞ് പോയിട്ടേ അവിടെയെങ്കിലും മഞ്ഞൊന്നും ഞാൻ കണ്ടില്ല. അതിലും നല്ല മഞ്ഞ് നമ്മുടെ തോട്ടത്തിൽ വരും രാവിലെ. അപ്പോഴാ. നീ എന്റെ കൊച്ചിന് വല്ലതും വാങ്ങിച്ചോടാ? ആ ബെസ്റ്റ്. എണ്ണ ചുട്ടപ്പം വരെയുള്ള പൈസ കൊണ്ടാണ് ഞാൻ പോയത്. എല്ലാവരും പർച്ചേസ് കൊണ്ട് പോയപ്പോഴേ ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ദേ ഇതാണ് ഞാൻ ആകെ മേടിച്ച സാധനം. ഞാൻ ആ ബസ്സിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഒരു പെങ്കൊച്ച് വിൽക്കാൻ വന്നതാ. അതിൻ്റെ മുഖം കണ്ടപ്പോൾ മേടിക്കാണ്ടിരിക്കാനും തോന്നിയില്ല. ഇതാണ് ആ കൊച്ചിൻ്റെ കയ്യിലിരുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനം. ഇതെന്താ ടവലാണോടാ? ടവലല്ല, പക്ഷെ നല്ല സോഫ്റ്റാ. ഫോണിൻ്റെ ഫ്രണ്ട് ഉടയ്ക്കാൻ നല്ല രസാ. നീ നിന്റെ കൊച്ചിനൊന്നും വാങ്ങിച്ചില്ലടാ അനുശ്രീക്ക്? ദാണ്ടെ പേര് പറഞ്ഞപ്പോഴത്തേനും എന്നെ വെപ്രാള അച്ചക്കന്. വെപ്രാളൊന്നുമില്ല, ഈ നഖം വെട്ടി കംപ്ലൈന്റ് ആണേ. ഉവ്വേ 4-5 കൊല്ലായില്ലേ? നാണല്ലേ നിനക്ക് വൺ സൈഡ് ലവ് അടിച്ച് നടക്കാൻ? ജനറേഷൻ വേറെ മോളെ. ജനറേഷനൊക്കെ ഏതായാലും ലവ് ഒക്കെ ഒരുപോലെയാ മോനെ. ഇപ്പോഴും നീ പണ്ടെങ്ങാണ്ട് അവള് നിന്ന് ആ പാവം കെട്ടിപ്പിടിച്ചല്ലോ ഉറക്കം. ഞാൻ പിന്നെ വിളിക്കാം. കുളിക്കട്ടെ. ആയിക്കോട്ടെ എന്നാ. ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുട്ടി ഇത് നമ്മുടെ എന്താ ചി മോളെ, അങ്കിള് പറയുമ്പോ അങ്കിളെ നോക്കി ഒന്ന് ചിരിക്കണം കേട്ടോ. മോളെ ഒന്ന് ചിരിച്ച്. അനുരാഗവിലോചിതനായി അതിലേറെ മോഹിതനായി പോയി. മഴ പെയ്തു, കറണ്ട് പോയി. ഇത്രയും വൃത്തിയിട്ടൊരു കാലാവസ്ഥ കേരളത്തിലല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല.
അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ. അത് അങ്ങോട്ട് മനം. ആര്? വാവ്, ബ്യൂട്ടിഫുൾ. എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാനാവില്ല. എന്താണ്? പടച്ചോനെ, ചെവി പോയാ? ഹലോ ഹലോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഈശ്വര, സംഭവം നോർമൽ അല്ലെന്ന് മനസ്സിലായി. ആരാ? ನಾನು ಸೀತಾ. സീതയോ? ನಾನು ಸೀತಾ. ఆ, మైసూర్ గుప్త మహారాజా సిన్న కుమార్తె. కుమారేట. 1000 సంవత్సరాల క్రితం నాకు వచ్చిన శాప కారణంగా నేటికి భూమిపై నివసిస్తున్న రాణి. ആ, ഈശ്വര, ഇത് മനസ്സിലാവും. ഞാൻ ആരോട് ചോദിക്കും? എന്തപ്പോൾ ഇതിനോട് ചോദിക്കുക? മലയാളം അറിയാമോ? മലയാളം, ഇന്ത്യ, കേരളം, മാലു ഇല്ല അല്ലേ? അതല്ലേ? ഞാൻ മൈസൂർ റാണി. ഏ? രക്താഭിഷേകത്തിലൂടെ എന്നെ സ്വാഗതം ചെയ്തതിന് നന്ദി. ഓ, നിന്റെ ആദ്യ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. ആഗ്രഹം? ആരുടെ ആഗ്രഹം? അല്ല, ഏതാഗ്രഹം? അല്ല, നീയല്ലേ നിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞേ? ഓ, മറ്റേ ആഗ്രഹമൊക്കെ സാധിക്കുന്ന ഭൂതം സെറ്റപ്പ് അല്ലേ? ദേ ചക്ക, ഞാൻ ഭൂതവും പ്രേതവും അല്ല. പിന്നെ ഒരു രാജ്യം ഭരിച്ച രാജാവിന്റെ ഇളയ മകളാണ്. ഒരു ഒടുക്കത്തെ ശാപം കാരണം ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്ന് കറങ്ങുക. അച്ചോടാ. ദേ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആഗ്രഹിച്ചോ. ഇനി ആകെ 2 ആഗ്രഹം കൂടെ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആണോ? എന്നാ എനിക്കൊരു 100 കോടി, അല്ല 1000 കോടി. ടാക്സിന്റെ പ്രശ്നം വരുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കൊട്ടാരം പോലത്തെ വീടും കുറെ കാറും. എന്തൊക്കെയാണ് ഇപ്പൊ ചോദിക്കുക? ഇനിയിപ്പോ സൂപ്പർ കാർ തന്നാ ഓടിക്കാണ്ട് പറ്റിയ റോഡും ഇല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യും, എനിക്ക് സ്വിച്ച് ഇട്ട 500 നോട്ട് വരുന്നൊരു മെഷീനും അതുപോലെ തന്നെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് ഷേപ്പ് മാറുന്നൊരു കാർ തരാൻ പറ്റുമോ? മതിയോ? തൽക്കാലം മതി. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ദേ ചക്ക, എന്തോ? ഇനിയില്ല നിന്റെ ആഗ്രഹങ്ങൾക്ക് നിബന്ധനകളുണ്ട്. നിബന്ധനകളോ? അല്ല, ഈ നിബന്ധനകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആഗ്രഹം സാധിക്കലാവോ അതോ ഫ്രീ ആണോ? അതൊക്കെ ഫ്രീയാ. ഓ, ഭാഗ്യം. എന്നാ ആദ്യം അത് പറ. 1, സാമ്പത്തിക ശാരീരിക മാറ്റങ്ങൾ വരുത്തുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്നതല്ല. അപ്പൊ കാറും മെഷീനും ഗോപി. അതെ. ബാക്കി 2, ഇനി ബാക്കിയുള്ള 2 ആഗ്രഹങ്ങളിൽ ഒരെണ്ണം മാത്രമേ നിനക്കായിട്ട് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് നാളിതുവരെ നിനക്ക് കണ്ടിട്ടില്ലാത്ത ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കണം. അതിപ്പോ ശാരീരിക മാറ്റങ്ങളും ആവാം. അയ്യേ, ഇതന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള വരോ? കഴിഞ്ഞ? ഇല്ല. 3, ഞാൻ നൽകുന്ന വരങ്ങൾക്ക് 1 നാഴിക മാത്രമേ ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ. ഏകദേശം ഒരു 24 മിനിറ്റ്. 4, മതി. ചുരുക്കി പറഞ്ഞ ഒരു ഉപകാരമില്ലാത്ത കുറേ വരങ്ങളും കൊണ്ട് വന്നാലേ? അങ്ങനെയല്ല, നിബന്ധനകൾ ലംഘിക്കാത്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ പറയണമെന്നില്ല. എൻ്റെ കൈ പിടിച്ച് കണ്ണടച്ചത് ആഗ്രഹിച്ചാൽ മതി. സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും. ആണോ? എന്നാ ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. എന്ത് പ്രിപ്പറേഷൻ? ഈ ആഗ്രഹം നടക്കുമെന്ന് അറിഞ്ഞിട്ട് അതെന്താന്ന് ഞാൻ പറയാം. ഓക്കെ? കണ്ണടയ്ക്കോ?
ഉം. ആ കഴിഞ്ഞു. ഇനി കണ്ണു തുറന്നോ. ഇതിങ്ങനെ നോക്കണേ. എന്താണ് ഈ പ്രിപ്പറേഷൻസ് കൂടി പോയോ? ഗുരുവായൂരപ്പ, കൈവറി. നമ്മളിപ്പോ ആരുടെ മുറിയിലാ? നമ്മളിതിപ്പോ ആരുടെ മുറിയിലാന്ന്? അതിന് ഞാൻ വെച്ചുണ്ടാക്കിയാലും ആരും കേൾക്കാൻ പോകുന്നില്ല. എന്നെ നിനക്ക് മാത്രമേ കാണാനും കേൾക്കാനും കഴിയൂ. അങ്ങനെയുണ്ടല്ലേ? അതെ, എന്നെ മോചിപ്പിച്ചവർക്ക് എന്നെ കാണാനും കേൾക്കാനും കഴിയും. പിന്നെന്തിനാ ഇങ്ങനെ സംസാരിക്കണേ? ആ? മര്യാദക്ക് സംസാരിച്ചാ പോരെ? ബുദ്ധിയില്ല, ബോധമില്ല. അല്ല, എന്നാലും ഇത് ആരുടെ മുറിയാ? അനുശ്രീയുടെ മുറിയാണോ? റാണി അനുസര എങ്ങനെ അറിയും? അവളും ആ മേശപ്പുറത്ത് എഴുതി വെച്ച കത്ത് ഞാൻ വായിച്ചായിരുന്നു. ആണല്ലേ? ആ കത്താണ് നീ കൊടുക്കാൻ പോകുന്നെങ്കിൽ നിന്റെ പ്രണയം വിജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. റാണിയോട് ഇങ്ങനെ പറയല്ലേ. നെഗറ്റീവ് കേട്ട് മാറ്റിയ 19ാമത്തെ കത്ത ഇത്. അല്ല, എന്നിട്ട് അവളെവിടെ? അവള് കുളിക്കാൻ കയറാന്ന് തോന്നുന്നു. പാവം. അല്ല, പക്ഷെ ഈ സമയത്ത് അവൾ നമ്മളെ കണ്ട പേടിക്കില്ലേ? ഏയ്, അവള് നമ്മളെ കാണില്ലല്ലോ. അതിന് ഞാൻ മാത്രം അദൃശ്യ, നീ അങ്ങനെയല്ല. അവൾക്ക് ഞാൻ റാണി മാത്രമല്ല, എല്ലാവരും അദൃശ്യ. എന്ന് വെച്ചാ 2 കണ്ണും കണ്ടൂടാ, അത്രേ ഉള്ളൂ. ഇരിക്കുന്നതാണ് അനു, എൻ്റെ അനുശ്രീ. ഈ ഫോട്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇല്ല. ആ ഫോട്ടോ എടുത്ത എൻ്റെ അച്ഛനാ. ഇതെന്നടാ പെട്ടെന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചേ? വെറുതെ ഒന്ന് തോന്നി. നല്ലതാ. കൊല്ലങ്ങൾ കഴിയുമ്പോഴേ നമ്മുടെ കുടുംബത്തെ കാണാൻ തോന്നിയ കണ്ണടച്ച് സമയം കളയണ്ടല്ലോ. ചുമ്മാ ആ ചുമരിലേക്കൊന്ന് നോക്കിയാ പോരെ. ആ മോളെ, അങ്കിള് പറയുമ്പോ ഇങ്ങോട്ടൊന്ന് നോക്കണേ. നല്ല ഉടുപ്പാണല്ലോ ഇട്ടേക്കുന്നേ. എനിക്ക് വെള്ള ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? കളറൊക്കെ അറിയാവോ? അത് പിന്നെ ഏത് ഉടുപ്പെടുത്താലും ഇന്ന കളറാന്ന് പറഞ്ഞാൽ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കളർ അറിയാം. അന്ന് അച്ഛൻ്റെ കൂടെ കുട്ടിയായിട്ട് ഞാനുണ്ടായിരുന്നു. വിജയ, നിന്റെ മോനല്ലേ നിക്കുന്നേ? മോനെ ഇവിടെ വന്നേ. എന്താ പേര്? അഭിഷേക്. കലക്കം പേരാണല്ലോ. എത്രയല്ല പഠിക്കണേ? അവനിപ്പോ 5ല്. ഇന്ന് സ്കൂൾ അവധിയല്ലേ, അതുകൊണ്ട് വിളിച്ചോണ്ട് വന്നാ. വെള്ളയാണോ? അല്ല, മഞ്ഞയാ. അന്ന് ആദ്യമായിട്ട് ഞാൻ അനുവിനെ കണ്ടത്.
ചോദിച്ചു കഴിഞ്ഞാൽ ആരാ അത്? ഞാൻ നോ മൈസൂർ മഹാരാജാവ്. അബി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഷേ മനസ്സിലായല്ലേ? മനസ്സിലായി. അബി, ചോദിച്ചതിന് മറുപടി പറ. നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഈ സമയത്ത് അല്ല, നീ എങ്ങനെ എന്റെ മുറി കയറി? എന്തോരം ചോദ്യം. അല്ല ഞാൻ ഇങ്ങനെ പോയപ്പോഴേ നിന്നെ ഒന്ന് കാണാൻ കരുതി. ഫുഡ് കഴിച്ചോ നീ? തമാശയല്ല അബി, നീ കാര്യം പറ. നീ ഒച്ച വെക്കല്ലേ. ഞാനൊരു റാണി. റാണിയോ? റാണിയല്ല, പിന്നെ നീ പതരാതെ സത്യം പറ അബി. പതറാതെ എന്ന് പറയുമ്പോ റാണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് മാജിക്. ഞാനവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടേ 6 മാസത്തെ. അപ്പൊ അതിന്റെ പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് വന്നതാ. എന്ത്? ആവശ്യമുള്ളപ്പോ നല്ല കള്ളവും വൈകില്ല. ആ അമ്മ, ആ ഞാൻ അങ്ങോട്ട് വന്നോളാം. എടാ, നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. ശബ്ദം ഉണ്ടാക്കല്ലേ. ഇല്ല റാണി. നമ്മൾ ശരിക്കും എന്തിനാ ഇവിടെ വന്നേ? ആ കത്ത് കൊടുക്കാനോ? പക്ഷെ അവൾക്കത് വായിക്കാൻ പറ്റില്ലല്ലോ. കണ്ണൂടാത്ത കുട്ടിക്ക് നീ അല്ലാതെ വേറെ ആരെങ്കിലും കത്ത് എഴുതുവോ? അതിന് നമ്മളൊന്ന് കത്ത് കൊടുക്കാനല്ലോ, വേറെ സാധനമുണ്ട്. പിന്നെ കത്ത് എന്താന്ന് വെച്ചാലേ എനിക്ക് പറയാനുള്ളത് മറന്നു. അപ്പോ നോക്കി വായിക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതുക. വേറെന്ത് സാധനം? അതൊക്കെ സർപ്രൈസ്. ആകെ പാടിന് കുറച്ച് സമയം കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ വരത്തിന്റെ സമയം കഴിയും, നീ തിരിച്ച് റൂമിൽ എത്തുകയും ചെയ്യും. ഓ, അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കൊടുക്കാതെ കൊടുത്തിട്ട് വേഗം പോവാം. ഓക്കെ. ഇവിടെ പോയി സമയം പോവാണല്ലോ. എടാ അബി, നീ ഇതാരോടെ സംസാരിക്കുന്നേ? സംസാരിച്ചതല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചതല്ലേ. ഇത്ര ഉച്ചത്തിലോ? അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് അത് ഒരു സാധനം തരാൻ വന്ന. എടാ അബി, നിനക്കിത് എന്തു പറ്റി? ഇതുവരെ ഇല്ലാത്ത പെരുമാറ്റാണല്ലോ. എന്ത് സാധനമാണെങ്കിലും നാളെ തന്നാ പോരായിരുന്നില്ലേ? ഇതിപ്പോ ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? ആരും കാണാനൊന്നും പോകുന്നില്ല. ആട്ടെ, എന്ത് സാധനം നീ എനിക്ക് കൊണ്ടുവന്നേ? എന്താ ഇത്? നീ തുറന്നോക്ക്, നല്ല അറിയാൻ പറ്റുള്ളൂ. എടാ, ഇത് എന്താന്ന് മനസ്സിലായോ? ഇല്ല. എടി, ഇതൊരു ഓഡിയോ റെക്കോർഡറാ. ഞാൻ കോളേജിൽ നിന്ന് ടൂർ പോകുന്നാലും പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? ആ, ഓർമ്മയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്? ടൂറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ ആ പോയ വഴിയില്ലേ കണ്ട കാഴ്ചകളും കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായി. അതൊക്കെ ഒരു ഓഡിയോ നോട്ട്സ് ആക്കി ഇതിൽ സേവ് വെച്ചിട്ടുണ്ട്. ആ സൈഡിലെ ബട്ടൺ അല്ലേ, അതിൽ പ്രസ് ചെയ്ത് ഓൺ ആക്കിട്ടെ ചെവിയോട് ചേർത്ത് നീ ഒന്ന് കേട്ടു നോക്കി. എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. അതല്ല, ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഓ, അതോ? ആ, അത് കൊള്ളാം. പാവം, ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. റാണി, എൻ്റെ അമ്മയ്ക്കും കണ്ണൂടാ ഇതുപോലെയാ. പക്ഷെ എൻ്റെ അച്ഛൻ പോകുന്ന എല്ലാ സ്ഥലത്തും അമ്മയും കൊണ്ടുപോകും. ഉത്സവത്തിനും പെരുന്നാളിനും. നമ്മുടെ അച്ഛൻ കാണുന്ന എല്ലാം അതിമനോഹരമായിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയെ അച്ഛനോട് സ്നേഹിക്കുന്ന മറ്റൊരാളില്ല. അതേപോലെ എൻ്റെ അച്ഛനെ അമ്മയോളം മറ്റാർക്ക് സ്നേഹിക്കാനും പറ്റില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് മറികടക്കാനാവാത്ത ഒരു പ്രതിസന്ധിയും ദൈവം ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല.
ഇനി അഥവാ നമുക്ക് അതിന് പറ്റിയില്ലെങ്കിലേ അതിന് കൂട്ടായി മൂപ്പര് നമുക്കൊരാളെയും തരും. എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ കൊടുത്ത പോലെ. അമ്മയ്ക്ക് അച്ഛനായിരുന്നു എല്ലാം. രാത്രിയും പകലും നക്ഷത്രങ്ങളും അങ്ങനെ എല്ലാം. അമ്മ അമ്മയ്ക്ക് ചുറ്റും തീർത്തൊരു ലോകമുണ്ട്. അച്ഛനും ഞാനും ചേച്ചിയും അടങ്ങുന്നൊരു കൊച്ചു ലോകം. അവിടെ അമ്മയ്ക്ക് ഇരുട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചില്ലേ, അതുപോലെ ഇവിടെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പറയാൻ പറ്റണില്ല. അതെന്താ, പേടിയാണോ? പേടിയല്ല, ഇവിടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ പഠിച്ചു വെച്ചതൊക്കെ മറന്നു പോകും. നീ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ, ആ. അതുപോലെ സത്യസന്ധമായിട്ട് അവളോട് പോയി പറഞ്ഞാൽ മതി, അവള് സമ്മതിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്താ? അവൾ കേൾക്കുന്ന റെക്കോർഡിങ്സ് ഇല്ലേ, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് എനിക്ക് അവളോട് പറയാനുള്ള പ്രപ്പോസലാണ്. എടാ, നിങ്ങൾ ഈ പാട്ടൊക്കെ ഇട്ടാണല്ലേ ഡാൻസ് കളിച്ചേ? ആ അതെ. ഷോ, ഇതൊക്കെ കേട്ടിട്ട് കാണാൻ കൊതിയാവുന്നു. റാണി, എന്നെ ഇതുവരെ കാണാത്ത ഒരാളുടെ ആഗ്രഹം സാധിക്കാമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അനുവിൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റുമോ? പ്ലീസ്. ഞാൻ ശ്രമിച്ചു നോക്കാം. അനു, കുറച്ച് നേരത്തേക്ക് നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കാണണോ? എന്ത്? ഞാനിവിടെ എത്താൻ കാരണം ഒരു മാജിക്കാന്ന് പറഞ്ഞില്ലേ, ആ മാജിക്ക് വെച്ച് കുറച്ച് നേരത്തേക്ക് എനിക്ക് നിനക്ക് കാഴ്ച തരാൻ പറ്റും. അഭി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കുറച്ച് നേരത്തേക്കെന്ന് പറയുമ്പോ എനിക്ക് കാണാൻ പറ്റുമെന്നോ? അതെ, കുറച്ച് നേരത്തേക്ക്. പക്ഷെ നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കാണാൻ പറ്റും. പക്ഷെ എങ്ങനെ? നീ വേറൊന്നും ചെയ്യണ്ട, എൻ്റെ കയ്യിൽ പിടിച്ച് ആഗ്രഹിച്ചാൽ മതി. അഭി, എനിക്കതിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. സംഭവിച്ചില്ലെങ്കിൽ അവളെ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്ന ഒരു പക്ഷെ ഇതാലോചിച്ചിട്ടായിരിക്കും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അവളുടെ ആഗ്രഹത്തിലൊരു സത്യമുണ്ട്. അനു, എന്തുറ്റി? അഭി, എനിക്കറിയാവുന്ന എല്ലാത്തിനും എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഈ ഭൂമിക്കും പിന്നെ നിനക്കും, അങ്ങനെ എല്ലാത്തിനും ആ രൂപം തന്നെ മതി അഭി. അവളോട് മറ്റെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചോളാൻ പറയും. അനു, നിനക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹിച്ചോ, നടത്താൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നമ്മൾ എന്താഗ്രഹം? എന്താഗ്രഹങ്ങളും കുഴപ്പമില്ല, നീ ആഗ്രഹിച്ചോ. പിന്നെ ഇവിടെ തന്നെയാ. പിന്നെ എന്താ റാണിച്ചിരിക്കണേ? അനു, നീ ആഗ്രഹിച്ചില്ലേ? ആഗ്രഹിച്ചു, നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നീ എന്താ ആഗ്രഹിച്ചത്? അത് പറയാൻ പറ്റില്ല, ചിലപ്പോ നടന്നില്ലേലോ. ഇവളിതെന്താ ഈ ആഗ്രഹിച്ചത്? റാണി, ഇവളെന്താ ആഗ്രഹിച്ചത്? അത് സമയമാവുമ്പോ അവള് തന്നെ നിന്നോട് പറയും. ഏതായാലും നിന്റെ ആഗ്രഹത്തിന്റെ സമയം കഴിയാറായി. അതിനു മുമ്പ് നീ നിനക്ക് പറയാനുള്ളത് അവളോട് പറയും. അപ്പൊ അവളുടെ ആഗ്രഹം നീ അറിയും. എന്തായാലും എൻ്റെ ഇവിടുത്തെ സമയം കഴിഞ്ഞു. മറ്റൊരു വസ്തുവിൽ ഞാൻ ഉണ്ടാവും. ആരെങ്കിലും രക്താഭിഷേകത്തിലൂടെ എന്നെ സ്വാഗതം ചെയ്യുന്നത് വരെ. അയ്യോ, അപ്പൊ റാണി പോവാണോ? ഇവളെന്താ ആഗ്രഹിച്ചുകൊണ്ട് പൊക്കൂടെ? അതെന്തായാലും നീ അറിയും. ഇനിയും നിന്നെ കാണാൻ ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങള് കണ്ണുകൊണ്ട് കാണുന്നതല്ല, മറിച്ച് ഹൃദയം കൊണ്ടറിയുന്നതാണ്. ഒരുപക്ഷെ ഞാൻ ഹൃദയം കൊണ്ടറിയുന്ന മൊമെന്റ്സിൽ ഏറ്റവും അടിപൊളി ഇതായിരുന്നിരിക്കണം.
കേട്ട എല്ലാ വോയിസ് നോട്ട്സും എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട പോലെ തോന്നി. താങ്ക്സ് അബി, കുറേ താങ്ക്സ്. അനു, ഞാൻ തന്ന ഗിഫ്റ്റ് നിനക്ക് ഒരുപാട് ഇഷ്ടമായോ? ഒരുപാട്. എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അനു, ഇതിങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ജീവിതകാലം മുഴുവൻ എൻ്റെ കയ്യിൽ നിൻ്റെ കൈ ചേർത്ത് വെക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു. നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടമായില്ലെങ്കിൽ ഈ റെക്കോർഡിങ്സിൻ്റെ ഏറ്റവും അവസാനം നന്നായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, കൈ വേനിക്കുന്നു. ആ സോറി. നിനക്ക് ഞാൻ പണ്ട് ഒരു ഗിഫ്റ്റ് തന്ന ഓർമ്മയുണ്ടോ? ആ, അന്ന് അതിൻ്റെ കൂടെ മറ്റൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള എല്ലാം എഴുതിയൊരു കത്ത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു പ്രതികരണമായിരുന്നു നിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. സമ്മാനം വാങ്ങി ഒന്നും മിണ്ടാതെ നീ അവിടെ നിന്നും പോയി. അർഹിക്കാത്തത് അവ ആഗ്രഹിച്ചത് എന്നുള്ള എൻ്റെ പേടി പിന്നീട് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ല. എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞാണോ നീ ഇന്നിങ്ങനെ ചെയ്തതും പറഞ്ഞതും എന്നൊന്നും എനിക്കറിയാം. സമയം. അനു, നീ എന്താ ആഗ്രഹിച്ചത്? അബി, അത് വേഗം പറ. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ 24 മിനിറ്റ് എന്തായാലും ഞാനിവിടെ ഉണ്ടാവും. എന്ത്? അന്ന് നീ പറയാൻ ആഗ്രഹിച്ചതെല്ലാം കേൾക്കാനായിട്ടേ ഒരു 24 മിനിറ്റ് ഞാനിവിടെ ഉണ്ടാവുമെന്ന്. ശരിക്കും? ശരിക്കും പറ, കേക്കട്ടെ. അന്ന് എഴുതിയ കത്തിലുണ്ടായിരുന്നത് ഈ ലോകത്തിൽ തന്നെ ആദ്യമായി ആയിരിക്കും എഴുതുന്ന അക്ഷരങ്ങളോ വാക്കുകളോ എന്തിന് അതേത് നിറത്തിലാണെന്ന് പോലും അറിയാതെ ഒരു പ്രേമലേഖനം രചിക്കപ്പെടുന്നത്. ഒന്ന് മാത്രം അറിയാം, ഈ വാക്കുകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. അതിനെൻ്റേതായ രൂപങ്ങളുണ്ട്, നിറങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോഴും നാം സംസാരത്തിൽ മുഴുകിയപ്പോഴും നിന്റെ ചിരിക്ക് ഞാൻ രൂപം നൽകിയ പോലെ, എന്നെ നോക്കി ചിമ്മുന്ന നിന്റെ കണ്ണുകൾക്ക് ഞാൻ നിറം നൽകിയ പോലെ, എൻ്റെ കൂടെ നീ ഉള്ളപ്പോൾ എനിക്ക് ഈ ലോകം തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഓരോ തവണ നീ എൻ്റെ കൈ ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് നിന്നെ. മറുപടി ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ സ്വന്തം അനു.